ഒരാഴ്ച മുമ്പായിരുന്നു യൂട്യൂബർ, ഇൻസ്റ്റഗ്രാമർ തുടങ്ങിയ നിലയിൽ പലരും അറിയുന്ന നിഹാദ് എന്ന തൊപ്പിയുടെ സുഹൃത്ത് അച്ചായൻ എന്ന സോജൻ വർഗീസ് ഏഞ്ചൽ വിവാഹിതനായത്. തൊപ്പിയുടെ സ്ഥിരം ഫോളോവേഴ്സിന് അച്ചായൻ സുപരിചിതനാണ്. തൊപ്പി എവിടെയുണ്ടോ അവിടെ അച്ചായനും ഉണ്ടാകാറുണ്ട്. ആതിര റോയ് എന്ന 25കാരിയാണ് സോജൻ വിവാഹം ചെയ്തത്. ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം കൊണ്ട് തന്നെ അച്ചായൻ്റെയും ആതിരയുടെയും വിവാഹം വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു. വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന ആഗ്രഹം ആതിര തന്നോട് വന്ന് പറയുകയായിരുന്നു എന്നാണ് അച്ചായൻ പറയുന്നത്. ഇപ്പോഴിതാ അച്ചായനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തായ ജിനു തോമസ് എന്ന പെൺകുട്ടി. സോജൻ തന്നെ മർദ്ദിച്ചതായും ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജിനു തോമസ് പറഞ്ഞു. അച്ചായൻ്റെ ആരാധകരിൽ ഏറെ പേർക്കും ജിനു തോമസിനെ അറിയാവുന്നതാണ്. അച്ചായൻ്റെ ആരാധകരിൽ നിന്നും കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടുന്നുണ്ടെന്നും ജിനു പറഞ്ഞു. അമ്മയും മോനും സ്നേഹം കാണിച്ച് സ്ത്രീകളെ ട്രാപ്പിലാക്കുകയാണെന്നും ജിനു ആരോപിച്ചു. ജിനു തോമസ് തൻ്റെ പണം പറ്റിച്ചതായി അടുത്തിടെ അച്ചായനും അമ്മയും ആരോപിച്ചതിന് പിന്നാലെയാണ് ജിനുവിൻ്റെ പ്രതികരണം. സോജനുമായി 5-6 മാസത്തെ പരിചയമാണുള്ളത്. ആദ്യം മീറ്റ് ചെയ്തത് ഫ്രണ്ട്സിനൊപ്പമുള്ള ഒരു പാർട്ടിയിൽ വെച്ചായിരുന്നു. തൊപ്പിയുടെ അച്ചായൻ എന്ന പേരിലാണ് സുഹൃത്തുക്കൾ എനിക്ക് അച്ചായനെ പരിചയപ്പെടുത്തി തരുന്നത്. ആ സമയത്ത് തൊപ്പിയുടെ പേര് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് തൊപ്പി എന്ന പേര് എനിക്ക് അറിയാമായിരുന്നു. അല്ലാതെ വീഡിയോയിലൂടെയൊന്നും അച്ചായനെ കണ്ടിട്ടില്ല. അത്തരം വീഡിയോകൾ ഞാൻ കാണാറുമില്ല. ഗുണ്ടകളൊക്കെ ഇരിക്കുന്നത് പോലെയുള്ള സെറ്റപ്പിലായിരുന്നു അച്ചായൻ ഇരുന്നിരുന്നത്. സുഹൃത്തുക്കൾ അയാളോട് പോയി സംസാരിച്ചു, എന്നോടും സംസാരിച്ചു. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങി പുള്ളി എന്നെ കോൺടാക്റ്റ് ചെയ്തു. വെറുതെ സംസാരിക്കാൻ തോന്നിയപ്പോൾ മെസ്സേജ് അയച്ചതാണെന്ന് പറഞ്ഞു. ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും അയാൾ കോൺടാക്റ്റ് ചെയ്ത് 82 വയസ്സുള്ള അമ്മയെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു. വീണ്ടും ഒരു ദിവസം കോൺടാക്റ്റ് ചെയ്ത് അമ്മയെ നോക്കാൻ ഒരാളെ അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞു. അയാൾ മാത്രമല്ല അയാളുടെ അമ്മയെയും കൊണ്ടാണ് ഫോൺ വിളിപ്പിച്ചത്. ആ സ്ത്രീ അവരുടെ സങ്കടവും കഥകളുമെല്ലാം പറഞ്ഞു. എനിക്കും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അമ്മയുടെ വിഷമം എന്ന രീതിയിൽ ഞാൻ കേട്ടുനിന്നു. മാത്രമല്ല എന്നാൽ കഴിയുന്ന സഹായം വന്ന് ചെയ്തു തരാമെന്നും പറഞ്ഞു. സാലറിയുടെ കാര്യം വന്നിട്ട് സംസാരിക്കാമെന്നാണ് സോജൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. ആ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഒരമ്മ ഉള്ള വീടായതുകൊണ്ട് സേഫ് ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ പോയത്. വീട്ടിലെ ഒരു അംഗത്തോടു പോലുള്ള സ്നേഹമായിരുന്നു അമ്മയും മകനും എന്നോട് ആദ്യം കാണിച്ചത്. പിന്നീട് പതിയെ പതിയെ എല്ലാം മാറി. അയാൾ നമ്മളെ അടിമയാണെന്നുള്ള രീതിയിലാണ് ഇടപെടുന്നത്. ഭരിക്കും, പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടു. സുഹൃത്തുക്കളും വീട്ടുകാരും വിളിക്കുന്നത് ഇഷ്ടപ്പെടാതെ എൻ്റെ ഫോൺ ഒരു ദിവസം നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. പിറ്റേ ദിവസം പുള്ളി വേറൊരു ഫോൺ വാങ്ങിത്തന്നു. മറ്റു ചില ടെൻഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്നാണ് പറഞ്ഞത്. അമ്മയും മോനും സ്നേഹം കാണിച്ച് പെൺകുട്ടികളെ ട്രാപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം സ്നേഹം കാണിച്ച് അവരുടെ വീട്ടിൽ സേഫാണെന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാക്കും. അവരോട് കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും വിശ്വസിച്ചു പോകും. പിന്നീട് ഞങ്ങൾ മിങ്കിളായി. അതോടെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാനുമെല്ലാം തുടങ്ങി. നല്ല സൗഹൃദം പോലെയായിരുന്നു. ഇപ്പോൾ അച്ചായൻ്റെ ഭാര്യയായി വന്ന പെൺകുട്ടിയെ അടുത്തിരുത്തി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അവർക്കൊപ്പം ആയിരുന്നപ്പോൾ എന്നോടും പറഞ്ഞത്. എൻ്റെ മോൾ എന്ന രീതിയിലാണ് ആളുകൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. പിന്നീട് ഒരു ദിവസം ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ പിറകിലൂടെ വന്ന് അടിച്ചു. അന്നുണ്ടായ വേദന വിവരിക്കാൻ പറ്റില്ല. കുറച്ചു നേരം ഞാൻ ഇരുന്നു പോയി. നടുവിനാണ് അടിച്ചത്. അതിനെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ പുള്ളി മാന്യനാണെന്ന് കാണിക്കാൻ ആര് വിളിച്ചാലും കോൾ റെക്കോർഡ് ചെയ്യും. മെസ്സേജ് സ്ക്രീൻഷോട്ടുകൾ എടുത്തു വയ്ക്കും. ശേഷം ഭീഷണിപ്പെടുത്തും. ഇല്ലായ്മക്കാരെ മുതലെടുക്കും. ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരോടും പറയാനും പറ്റുന്നില്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കളും സാധാരണക്കാരാണ്. ഇനി എന്നെ എന്തെങ്കിലും അയാൾ ചെയ്യുമോ എന്ന ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ അയാളുടെ അമ്മ എന്നെ പോകാൻ അനുവദിക്കാതെ കാല് പിടിച്ചു. മോന് ഭയങ്കര ദേഷ്യമാണെന്നാണ് അമ്മ പറഞ്ഞത്. മാത്രമല്ല ബൈബിളിൽ തൊട്ട് സത്യവും ചെയ്തു ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയില്ലെന്ന്. പക്ഷേ വീണ്ടും ഇതേ പ്രവൃത്തി അയാൾ ആവർത്തിച്ചു. മാത്രമല്ല എന്നെ സ്വന്തമാക്കണമെന്നായി അയാൾക്ക്. അപ്പോഴേക്കും പുള്ളിയുടെ ഭാര്യ എന്ന ലേബലിലേക്ക് അയാൾ കാര്യങ്ങളെല്ലാം എത്തിച്ചു. സംസാരവും പെരുമാറ്റവും പോലും അങ്ങനെയായിരുന്നു. പ്രശ്നങ്ങളിൽ തൊപ്പിയും വന്ന് ഇടപെട്ടിരുന്നു. പക്ഷെ അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണെന്ന നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ ഒരു വട്ടം കൂടി ക്ഷമിക്കാൻ എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്കൊപ്പം തുടർന്നു. കുറച്ചു ദിവസം നന്നായി പെരുമാറിയെങ്കിലും പിന്നീടത് വീണ്ടും ആവർത്തിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന എൻ്റെ ഫോട്ടോകളിലെല്ലാം ഭാര്യ എന്ന ക്യാപ്ഷനാണ് പുള്ളി നൽകിയത്. പലപ്പോഴും ഞാൻ പിണങ്ങി മാറി നിന്നു. എനിക്കൊപ്പമുള്ള വീഡിയോ ഡിലീറ്റ് ആക്കാനും ഞാൻ ആവശ്യപ്പെട്ടു. അയാളുടെ അമ്മയുടെ സ്വഭാവവും മോശമാണ്. ഒരമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. ഇയാളുടെ പല കാര്യങ്ങളും എന്നോട് ചില സ്ത്രീകൾ തന്നെ ഈ സംഭവങ്ങൾക്ക് ശേഷം പറഞ്ഞിരുന്നു. അമ്മയുടെ സംസാരം ഇഷ്ടപ്പെട്ടാണ് അയാളുടെ വീട്ടിലേക്ക് ഞാൻ പോയത്. അല്ലാതെ അയാൾ വിളിച്ചതിൻ്റെ പേരിൽ പോയതല്ല.
ഒരു പേയ്മെൻറ്റ് പോലും എനിക്ക് അയാൾ തന്നിട്ടില്ല. പണക്കാരനാണെന്ന ഭാവത്തിലാണ് പുള്ളിയുടെ നടപ്പ്. ഒരു നേരം 2000 രൂപയുടെ ഭക്ഷണമാണ് കഴിക്കുന്നത്. 4000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കറങ്ങി നടക്കും. വേറൊരു ജോലിയുമില്ല. അയാളുടെ വയനാട്ടിലുള്ള സ്ഥലം വിറ്റ് 10 ലക്ഷം രൂപ കിട്ടിയിരുന്നു. അന്ന് 1 ലക്ഷം തന്ന് എന്നെ സഹായിച്ചിരുന്നു. അല്ലാതെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. എനിക്കൊരു ജോലി കിട്ടിയാൽ അത് ഞാൻ തിരിച്ചു കൊടുക്കും. സിനിമ നിർമ്മിക്കാമെന്നതിൻ്റെ പേരിൽ തൻ്റെ കയ്യിൽ നിന്നും സോജൻ 3.5 കോടി വാങ്ങിയതായി ഒരു സ്ത്രീ എന്നോട് പരാതി പറഞ്ഞിരുന്നു. തെളിവുകളും അയച്ചു തന്നു. ആ ചേച്ചി എന്നും വിളിച്ച് കരയുമായിരുന്നു. പല സ്ത്രീകളുമായും അയാൾക്ക് കോണ്ടാക്ട് ഉണ്ടെന്നും ജിനു തോമസ് കൂട്ടിച്ചേർത്തു.